അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ലോക മുസ്ലിങ്ങളുള്ളത്. നാം ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. തദടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളിലും ആരാധനകളിലും പ്രാർത്ഥനകളിലും പാരായണത്തിലുമായിട്ടൊക്കെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണമായിട്ടായിരിക്കണം ഒരുപാട് ആളുകൾക്ക് വന്ന ചില സംശയങ്ങളുടെ ഒരു ഭാഗം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ഷഅബാൻ 15 രാവിന് എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട് എന്നൊരു വിശ്വാസമാണ് സമൂഹത്തിനുള്ളത്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ദീനിലെ ഒരു ആരാധനാപരമായ കാര്യം, പ്രാർത്ഥനാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് നിർവഹിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ കൽപ്പനയോ പ്രവാചകൻ്റെ മാതൃകയോ ഉണ്ടാകണം. ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് നിർവഹിക്കാനുള്ള അവകാശമില്ല. ആ അടിസ്ഥാനത്തിൽ ഷഅബാൻ 15 രാവിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് ചില സന്ദേശങ്ങൾ ഇങ്ങനെ കാണാനും കേൾക്കാനൊക്കെ കഴിയുകയുണ്ടായിട്ടുണ്ട്. ചില പ്രത്യേക സൂറത്തുകൾ പാരായണം ചെയ്താൽ ആയുർദൈർഘ്യമുണ്ടാകും, ഭൗതിക സമ്പത്തുകൾ വർദ്ധിക്കും, ആരോഗ്യ സംരക്ഷണമുണ്ടാകും എന്നിങ്ങനെയൊക്കെയുള്ള ചില പ്രചരണങ്ങൾ ഒരു വശത്ത്. ഷഅബാൻ 15 രാവിൽ ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി 100 റക്അത്ത് നമസ്കരിക്കുക എന്നൊരു നടപടി, ഇങ്ങനെയൊക്കെ അത്തരത്തിലുള്ള യാതൊരുവിധ ആരാധനാ കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായിട്ടില്ല. ഇസ്ലാം നേരെ സൂചിപ്പിച്ചിട്ടുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ. ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തൊന്നും ഇസ്ലാം കൽപ്പിക്കുകയില്ല. അത് ഇസ്ലാമിൻ്റെ പ്രകൃതി അതാണ്. ആകയാൽ മറ്റു മാസങ്ങളുടെ 15 രാവിനുള്ള പ്രത്യേകത എന്താണോ അതൊക്കെ തന്നെയാണ് ഷഅബാൻ 15-നും പ്രത്യേകമായിട്ടൊന്നുമില്ല ഷഅബാൻ 15-നും ഉള്ളത്. എല്ലാ അറബി മാസത്തിൻ്റെയും 13, 14, 15 ദിവസങ്ങളിൽ സുന്നത്തായ നോമ്പനുഷ്ഠാനമുണ്ട്. ആ നോമ്പനുഷ്ഠിക്കാം. അതല്ലാതെ പ്രത്യേകമായൊരു നോമ്പനുഷ്ഠാനമോ മറ്റ് ആരാധനാ കർമ്മങ്ങളോ ഉള്ളതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളിലെ ആരാധനാ കർമ്മങ്ങൾ, പ്രാർത്ഥനകളെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ചിട്ടയുടെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും യത്നിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.